മോളു എന്തുണ്ടെങ്കിലും അടുത്ത് പറഞ്ഞാണോ, അവന് ഭയങ്കര തിരക്കുള്ളതാ. എനിക്ക് വേണ്ടി അവൻ സമയം മാറ്റി വെച്ചിരിക്കുക. ഇതിനൊക്കെ അറിയാലോ. അത് കൊച്ചു കള്ളി ആരോഗ്യമൊക്കെ വേണ്ടല്ലേ. ആ ഇതേ സമയായി. ബി പി വളരെ കൂടുതലാ. അവിടെ നിന്ന് മരുന്നെടുത്ത് തരും. പൊക്കോ. നെക്സ്റ്റ്. ഭയങ്കോട്ട് ദീപു. ഷൺമു വൈഫും ഉണ്ടല്ലോ. എന്താ എന്താ അസുഖം? ദീപു 3 ദിവസമായിട്ട് ആൾക്ക് വയറിളക്കുവാ. മോളു എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ദീപു അടുത്ത് വയറുവേനായിട്ട് വരുന്നതെല്ലാം വയറിളക്കായിട്ടാണ് പോവാറ്. നീ ഒന്നും കൊണ്ടും പേടിക്കണ്ടേ. ഷൺമു ഇരിക്കും, ഷൺമുന്റെ ഭാര്യ ഇരിക്കും. മോളെ വയറിന്റെ എവിടെയാ വേദന? ദീപു നമ്മൾ കണ്ടതിൽ നിന്ന് മറന്നു. ഈ മരുന്ന് ഡിസ്പെൻസറിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, ഞാൻ കുറിച്ചിട്ടുണ്ട്. ദീപു ഇത് കഴിച്ചാൽ മാറില്ലോ അല്ലേ? സംശയമുണ്ട്. ദീപു വണ്ടി മരുന്ന് കഴിച്ചാൽ ഏത് വയറിളക്കം ബ്രേക്ക് ഇട്ട പോലെ നിൽക്കും. പിന്നെ പിന്നെ പിന്നെയോ പിന്നെ വീഴത്തില്ലടാ. ഓ നീ എന്താ നമ്മുടെ റീയൂണിയാണെന്ന് വരാങ്ങിയത്? നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞ് നീ കോംപ്ലക്സ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കോംപ്ലക്സ് എയോ ബിയോ? നീ റീയൂണിയന് വരാങ്ങിയ നന്നായി. Why are you unmerciful? പുറം ചൊറിയുന്നു. മേഴ്സി സിസ്റ്റർ ഒന്ന് വിളിക്കുക. ദീപു MBBS MD ഇൻ സൈക്യാട്രി. എൻട്രൻസ് എക്സാമും MBBS പാസ്സാവാതെ അവൻ എങ്ങനെയാ ഡോക്ടറായെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഇതെങ്ങനെ ഞാൻ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. വർഷങ്ങൾക്ക് മുൻപ് ഒരു എൻട്രൻസ് ഫലപ്രഖ്യാപന ദിവസം. എഴുതിയ എല്ലാ സബ്ജക്റ്റിനും അവൻ നിലം തൊടാതെ പൊട്ടി. പിന്നെ ഞങ്ങൾ കണ്ടത് വേറൊരു ദീപുവിനായിരുന്നു. ആദ്യം എല്ലാത്തിനോടും ദേഷ്യം. പയ്യെ പയ്യെ അവന്റെ മാനസിക നില തകരാറിലാവാൻ തുടങ്ങി. ഒടുവിൽ ഞാൻ തന്നെ അവനെ ഡോക്ടറായി അവരോധിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി അമ്പലമുക്കിൽ ഒരേ ഒരു സൈക്കാട്രിസ്റ്റേ ഉള്ളൂ, അത് ദീപു അമ്പലമുക്കാണെന്ന്. ഈ അമ്പലമുക്കിലെ ചിത്തരോഗിയെ ഞാൻ ഇനി എത്ര കാലം ചുമക്കേണ്ടി വരും ഈശ്വരാ. ഇനി എത്ര കാലം ഞാൻ അവനെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു.